മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ട്രാൻസ്ഫർ വിപണിയിൽ ഇതിനോടകം വലിയ 2 നീക്കങ്ങൾ നടത്തി കഴിഞ്ഞു. കഴിഞ്ഞ സീസണിൽ 15 ഗോളുകൾ നേടിയ മാത്യൂസ് കുനിയെയും 20 ഗോളുകൾ നേടിയ ബ്രിയാൻ എംബൂമിയെയും അവർ ടീമിൽ എത്തിച്ചു കഴിഞ്ഞു. കടലാസിൽ ഇത് മതിയായ ആക്രമണശേഷിയാണെന്ന് തോന്നാം. എന്നാൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ യുണൈറ്റഡ് മുന്നേറ്റ നിരയിലെ ആഴത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഇത് പരിഹാരമാവുന്നില്ലെന്ന് വ്യക്തമാണ്. യുണൈറ്റഡിന് ഇനി വേണ്ടത് വെറും ഒരു സ്ട്രൈക്കറെ അല്ല, ഗോൾ അടിക്കുന്നതിലുപരിയായി മുഴുവൻ ആക്രമണത്തെയും ഉയർത്തുകയും ഗോൾ അടിക്കുകയും ലിങ്ക് പ്ലേക്കും പറ്റുന്ന ഒലി വാറ്റ്കിൻസിനെ പോലെയുള്ള ഒരു മുന്നേറ്റ നിര താരത്തെ തന്നെയാണ്. വാറ്റ്കിൻസ് വെറും ഒരു സാധാരണ നമ്പർ 9 താരമല്ല. അദ്ദേഹത്തിന് ഗോൾ അടിക്കാൻ കഴിയും. എന്നാൽ അതിലുപരിയായി ചുരുക്കം ചില മുന്നേറ്റ നിര താരങ്ങൾക്ക് മാത്രം കഴിയുന്ന തരത്തിൽ കളിയെ മുന്നോട്ട് കൊണ്ടുപോകാനും അവസരങ്ങൾ സൃഷ്ടിക്കുവാനും പ്രതിരോധ നിരയെ പ്രസ് ചെയ്യുവാനുമുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. വാറ്റ്കിൻസ് കഴിഞ്ഞ സീസണിൽ 14 അസിസ്റ്റുകൾ നൽകി. അതിനു മുമ്പത്തെ സീസണിൽ 15 അസിസ്റ്റുകളും. ഈ കണക്കുകൾ ശ്രദ്ധേയമാണ്. ബെഞ്ചമിൻ സെസ്കോ, നിക്കോളാസ് ജാക്സൺ തുടങ്ങിയ പേരുകൾക്കായി യുണൈറ്റഡ് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ ക്രിയാത്മകമായ സംഭാവനകൾ വാറ്റ്കിൻസിന്റെ അടുത്തെങ്ങും എത്തുന്നില്ല. മാത്യൂസ് കുന്യ, ഒളി വാറ്റ്കിൻസ്, ബ്രിയാൻ എംബ്യൂമോ എന്നിവരടങ്ങുന്ന ഒരു മുന്നേറ്റ നിര സങ്കല്പിച്ചു നോക്കൂ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സമീപ വർഷങ്ങളിൽ ഇല്ലാത്ത എല്ലാം അതിലുണ്ടാകും. ഒഴുക്കോടെയുള്ള, പ്രവചനാതീതമായ, അറ്റാക്കിംഗ് കപ്പാസിറ്റിയുള്ള, ടെക്നിക്കലി മികച്ച ഒരു ഫോർവേഡ് നിരയായിരിക്കും അത്. ഇത് പ്രതീക്ഷയില്ലാത്ത ക്രോസുകളെയോ നിരാശാജനകമായ ത്രൂ ബോളുകളെയോ മാത്രം ആശ്രയിക്കുന്ന ഒരു മുന്നേറ്റ നിരയായിരിക്കില്ല. മറിച്ച് ഗോൾ പോസ്റ്റിന് മുന്നിൽ ഉത്തരവാദിത്തം പങ്കിട്ടെടുക്കുന്ന ഒരു ടോട്ടൽ സംവിധാനമായിരിക്കും. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടയിൽ ഇതിന് സമാനമായ ചില മിന്നലാട്ടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും സ്ഥിരതയാർന്ന ഒരു ഫോർവേഡ് നിര യുണൈറ്റഡിന് അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. റൊണാൾഡോ, ടെവസ്, റൂണി, ബെർബ എന്നിവരടങ്ങുന്ന സുവർണ കാലഘട്ടത്തിന് ശേഷം അത്തരം ചലനാത്മകമായ കൈമാറ്റങ്ങൾക്ക് ശേഷിയുള്ള ഒരു മുന്നേറ്റ നിര യുണൈറ്റഡിന് ഉണ്ടായിട്ടില്ല. ഒലേയുടെ തുടക്കത്തിൽ റഷ്ഫോർഡ്, ലിംഗാർഡ്, മാർഷൽ കൂട്ടുകെട്ട് പ്രതീക്ഷ തന്നെങ്കിലും അതും എങ്ങും എത്തിയില്ല. ശരിയായ കളിക്കാരൻ ശരിയായ സമയത്ത്. ഇത് വെറുതെ പണം ചെലവഴിക്കുന്നതിനെ കുറിച്ചല്ല, ശരിയായ നിക്ഷേപം നടത്തുന്നതിനെ കുറിച്ചാണ്. സാങ്കേതികമായി കഴിവുള്ള, അക്ഷീണം പ്രവർത്തിക്കുന്ന, തന്ത്രപരമായ അച്ചടക്കം പുലർത്തുന്ന ഒരു ആധുനിക ഫോർവേഡിന്റെ മാതൃകയ്ക്ക് വാറ്റ്കിൻസ് അനുയോജ്യനാണ്. ഉയർന്ന ടെമ്പോയിലുള്ള കളികളിൽ അദ്ദേഹം തിളങ്ങുന്നു, മുന്നിൽ നിന്ന് പ്രസ് ചെയ്യുന്നു, മറ്റുള്ളവരെ കളിയിലേക്ക് കൊണ്ടുവരുന്നു. യുണൈറ്റഡിന് ഫയറും പവറുമുണ്ട്. അവർക്കിപ്പോൾ ആവശ്യം എല്ലാത്തിനെയും ഒന്നിപ്പിക്കുന്ന ഒരു സ്ട്രൈക്കറെയാണ്. ആ കളിക്കാരനാകാൻ വാറ്റ്കിൻസിനായേക്കും. നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം 60 മില്യൺ പൗണ്ടാണ് ആസ്റ്റൺ വില്ല വാറ്റ്കിൻസിനായി ആവശ്യപ്പെടുന്നത്. ഇതൊരു 50 മില്യണിൽ എത്തുകയോ ആസ്റ്റൺ വില്ല ഒരു ലോൺ ഡീലിന് തയ്യാറാവുകയോ ചെയ്താൽ മാത്രമേ യുണൈറ്റഡ് പൂർണ്ണമായും വാറ്റ്കിൻസിനായി രംഗത്തെത്താൻ സാധ്യതയുള്ളൂ. ലോകകപ്പിൽ ഇംഗ്ലണ്ട് ടീമിൽ ഇടം നേടേണ്ടത് കൊണ്ട് സ്ഥിരമായി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലബിലേക്ക് മാറാൻ വാറ്റ്കിൻസ് ആഗ്രഹിക്കുന്നുണ്ട്. പ്രീമിയർ ലീഗിൽ ചെൽസിക്കൊപ്പം പരാജയപ്പെട്ട ജാക്സനെയോ 90 മില്യണോളം നൽകി സെസ്കോയെയോ കൊണ്ടുവരുന്നതിന് പകരം ചെറിയ തുകയിൽ പ്രീമിയർ ലീഗിൽ പ്രൂവ് ചെയ്യപ്പെട്ട വാറ്റ്കിൻസിനെ പോലൊരു സ്ട്രൈക്കറെ വാങ്ങി ആ വലിയ തുക മിഡ്ഫീൽഡിൽ ചെലവഴിച്ചാൽ യുണൈറ്റഡിന് അതായിരിക്കും ഒരുപക്ഷെ കൂടുതൽ ഗുണം ചെയ്തേക്കുക.